ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വന്ദനയുടെ വീടാണ്. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാമെന്ന് ജഗൻ പറയുമ്പോൾ തൻ്റെ സ്റ്റാർട്ടപ്പിൻ്റെ കാര്യം പറയാനൊരുങ്ങുകയാണ് മനോജ്. ഇത് കേൾക്കുന്ന ഹരിത പറയുകയാണ്, വേണ്ടേട്ടാ, ഞങ്ങൾക്കിപ്പോൾ ഒരു സഹായവും വേണ്ട, ഞങ്ങൾ ഇങ്ങനെ തന്നെ സന്തോഷത്തോടെ മുന്നോട്ട് പൊക്കോളാം. ഇത് കേൾക്കുന്ന മനോജ് മുറിയിൽ നിന്ന് പോകുമ്പോൾ ആകെ വിഷമത്തോടെ നിൽക്കുകയാണ് ജഗൻ. പിന്നീട് കാണിക്കുന്നത് വിക്രമിന്റെ ഓഫീസാണ്. വിക്രമിന്റെ രണ്ട് ബോഡി ഗാർഡ്സ് വിക്രമിന്റെ അടുത്തേക്ക് വരികയാണ്. അത് ബോസ്, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ബോസിന്റെ ഭാര്യയെ പറ്റി നമുക്ക് കൂടുതലായൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ മേഡത്തിന്റെ പേരിൽ അത്രയും ഭൂമി, നമ്മുടെ ബിസിനസ് അതൊന്നും മാറ്റി വെക്കേണ്ടിയില്ലായിരുന്നെന്ന് അവർ പറയുമ്പോൾ ഇത് കേൾക്കുന്ന വിക്രം ചിരിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹവും കൂറും കൊണ്ടാ ഇതൊക്കെ പറഞ്ഞതെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. പക്ഷേ ഒരു കാര്യത്തെക്കുറിച്ചും ആലോചിക്കാതെ ഈ വിക്രം അതിലേക്ക് എടുത്തു ചാടുകയില്ല. എന്റെ ഭാര്യയുണ്ടല്ലോ, അവളെ എന്റെ മയക്കുമരുന്നിന്റെ കാരിയർ ആക്കാനാ എന്റെ ഉദ്ദേശം. പിന്നെ കമ്പനിയും ബിസിനസ്സുമൊക്കെ അവളുടെ പേരിലാണെന്നേ, വെറും ഒരു ധാരണ മാത്രം, അവളെ ധരിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതാ. ബോസിന്റെ തലച്ചോറ് അപാരം തന്നെ. ബോസിന്റെ ബിസിനസ് തകർത്തവളെ തന്നെ ബോസിന്റെ ബിസിനസിന്റെ കരിയർ ആക്കിയില്ലേ എന്നൊക്കെ ബോഡിഗാർഡ് പറയുമ്പോൾ, നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞുറപ്പിച്ചതിനേക്കാൾ കൂടുതൽ തുകയാ ഇന്ന് കിട്ടാൻ പോകുന്നത്, പോയി വാങ്ങിച്ചോളാൻ വിക്രം അവരോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വന്ദനയുടെ വീടാണ്. വിഷമത്തോടെ ഇരിക്കുന്ന ചന്ദ്രികയെ കാണുമ്പോൾ ജഗൻ പറയുകയാണ്, എനിക്ക് അമ്മയുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാകുന്നുണ്ട്. അമ്മയുടെ വിഷമത്തിന്റെ പിന്നിൽ ആരാണെന്ന് ഞാൻ പറയട്ടെ എന്ന് ജഗൻ പറയുമ്പോൾ, എന്നാലേ സ്ത്രീകളുടെ മനസ്സ് വായിക്കാൻ ജഗൻ അറിയുമോ എന്ന് നമുക്ക് നോക്കാമെന്ന് അച്ചമ്മ പറയുന്നു. ഇത് കേൾക്കുന്ന ജഗൻ പറയുകയാണ്, വർഷയുടെ കാര്യം ഓർത്തല്ലേ അമ്മയ്ക്ക് വിഷമം. അമ്മയെ കാണണമെന്ന് തോന്നുമ്പോൾ വർഷ ഇങ്ങോട്ട് തന്നെ വന്നോളും. അമ്മ അതോർത്ത് വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇത് കേൾക്കുന്ന അച്ചമ്മ പറയുകയാണ്, നിന്റെ മനസ്സ് എന്ത് നല്ലതാ ജഗ, നിന്നെ കെട്ടാൻ പോകുന്ന പെണ്ണ് ഭാഗ്യവതിയാ. ഇത് കേൾക്കുന്ന ജഗൻ വന്ദനയെ നോക്കുകയാണ്. പക്ഷെ മുത്തശ്ശി, എന്റെ കൺമുന്നിലുള്ള പെണ്ണ് എന്റെ മനസ്സ് മനസ്സിലാക്കുന്നില്ലല്ലോ. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ ജഗനെ നോക്കുമ്പോൾ ജഗൻ പറയുകയാണ്, അത് മുത്തശ്ശി, ഞാനിങ്ങനെ കോമൺ ആയിട്ട് പറഞ്ഞതാ. മോൻ വിഷമിക്കണ്ട, മോനായിട്ട് മെനക്കെട്ട് മോന്റെ നല്ല സ്വഭാവം ആരെയും അറിയിക്കണ്ട. ഭഗവാനായിട്ട് തന്നെ മോന്റെ മനസ്സിന്റെ വലുപ്പം കാണിക്കേണ്ടവർക്ക് കാണിച്ചു കൊടുത്തോളും. അങ്ങനെ ഒരു പ്രതീക്ഷയില്ല ഞാനുമെന്ന് ജഗൻ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് വന്ദന. തുടർന്ന് സുചിത്ര പറയുകയാണ്, അമ്മയ്ക്കൊന്ന് വർഷയെ വിളിച്ചു നോക്കിക്കൂടായിരുന്നോ? വേണ്ട മോളെ, അവള് തിരക്കിലായിരിക്കുമെന്ന് ചന്ദ്രിക പറയുമ്പോൾ ജഗൻ പറയുകയാണ്, എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങോട്ടേക്ക് വിളിക്കാൻ നോക്കിയിരിക്കുകയായിരിക്കും വർഷ. അമ്മ ഒന്ന് കണ്ണടയ്ക്ക്. അമ്മ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും വർഷയുടെ കോള് അമ്മയ്ക്ക് വരും. ഇത് കേൾക്കുന്ന ചന്ദ്രിക കണ്ണടച്ചിരിക്കുകയാണ്. ചന്ദ്രിക കണ്ണു തുറക്കാൻ നേരം കൃത്യമായി വർഷ ചന്ദ്രികയെ വിളിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരും അത്ഭുതത്തോടെ ജഗനെ നോക്കുകയാണ്. വൈകാതെ തന്നെ എന്റെ അളിയന് പ്രവാചകന്റെ പട്ടം തരുമെന്ന് മനോജ് കളിയാക്കിക്കൊണ്ട് പറയുന്നു. അതേസമയം ജഗനെ പുറത്തേക്ക് വിളിക്കുകയാണ് വന്ദന. തുടർന്ന് ജഗനെ പുറത്തേക്ക് ഇറക്കിയിട്ട് വന്ദന ചോദിക്കുകയാണ്, ഇത്രയും നാളും ഇങ്ങോട്ടേക്ക് വരാത്ത ആള് ഇപ്പൊ എന്തിനാ സ്നേഹം നടിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നത്? അത് പിന്നെ ഞാൻ എൻ്റെ അനിയത്തിയെ കാണാൻ വേണ്ടിയിട്ട്. ഈ കള്ളം ഞാൻ വിശ്വസിക്കണോ എന്ന് വന്ദന ചോദിക്കുന്നു. വന്ദന എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വന്ദന ഉദ്ദേശിക്കുന്ന ആളല്ല ഞാനെന്ന് ജഗൻ പറയുമ്പോൾ, ആട്ടിൻതോലിട്ടാലും ചെന്നായ ചെന്നായ തന്നെയാണെന്ന് വന്ദന പറയുന്നു. വന്ദനെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ വന്ദന എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അതേസമയം ഇതൊക്കെ കാണുന്ന ദിയമോള് പറയുകയാണ്, വന്ദനാമ്മ എന്തിനാ ജഗനങ്കിളിനെ ചീത്ത പറയുന്നത്? എന്റെ പുറകെ ഇങ്ങനെ നടന്ന് ശല്യം ചെയ്താലേ ഞാൻ ഹരിതയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുമെന്ന് പറഞ്ഞ് വന്ദന അകത്തേക്ക് പോകുന്നു. തുടർന്ന് വന്ദന നേരെ ചെന്ന് ഹരിതയോട് പറയുകയാണ്, അതെ ഹരിതേ, ഹരിതയുടെ ഏട്ടനെ ഞാൻ ഇടയ്ക്ക് ബസ്സിൽ വെച്ച് കാണാറുണ്ട്. ബസ്സിൽ ഒരു പെൺകുട്ടിയുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുകയാണെന്നൊക്കെ വന്ദന പറയുമ്പോൾ, എന്റെ ഏട്ടൻ ഒരിക്കലും അങ്ങനെയൊന്നും ആരുടെയും പുറകെ നടക്കില്ലെന്നും ഏട്ടന് ഇങ്ങോട്ടേക്ക് വലിയ വലിയ വീട്ടിൽ നിന്നും പ്രപ്പോസലുകളൊക്കെ വരുന്നതാണെന്നും ഹരിത പറയുന്നു. അതേസമയം ജഗൻ അങ്ങോട്ടേക്ക് വരികയാണ്. ജഗനെ കണ്ടുടൻ വന്ദന റൂമിൽ നിന്നും പോകുന്നു. അല്ലേട്ടാ, ആരാ ആ പെണ്ണ്? ഏട്ടൻ ഏതെങ്കിലും പെണ്ണിന്റെ പുറകെ നടക്കുന്നെന്ന് അച്ഛൻ അറിഞ്ഞാലേ അതോടെ തീർന്നു. അതേസമയം കുറുപ്പ് ഹരിതയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്, ഞാനിവിടെ ഉണ്ടെന്ന് പറയല്ലെന്ന് ജഗൻ പറയുമ്പോഴേക്കും ഹരിത കുറുപ്പിനോട് ജഗൻ അവിടെ ഉണ്ടെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന കുറുപ്പ് ജഗന് ഫോൺ കൊടുക്കാൻ പറയുകയാണ്. നിഷേധിയെന്ന് കുറുപ്പ് വിളിക്കുമ്പോൾ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഹരിത. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.